സിനിമാ നടന്മാരായ ആളുകൾ ചലച്ചിത്ര താരങ്ങളെ പീഡിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും അവരുടെ പേര് നടപടി സ്വീകരിക്കണം, പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തൃശൂർ MP ആയ സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ തുള്ളലുണ്ടാകുന്നത്? ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങളുടെ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന്. തൃശ്ശൂരിൽ വിരിഞ്ഞ് താമരയല്ല, തൃശ്ശൂരിൽ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. തൃശ്ശൂരിൽ ഈ ചെമ്പരത്തിപ്പൂവും തലയിൽ വെച്ച് ചെവിയിൽ വെച്ച് വേരി പലരും നടക്കേണ്ടി വരും. ഈ ചെമ്പരത്തിപ്പൂവിനെ പേറിയവർ, ഈ പേറാൻ ഇടയാക്കിയവർ, അവരിതിന്റെ പീഡാനുഭവങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തൃശ്ശൂരിന് ഏറ്റവും വലിയ ക്ഷീണമായിരിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ ഈ കയ്യേറ്റവും അവർക്കെതിരെ കൊടുത്ത കേസും.